കണ്ണൂർ ജില്ലയിലെ രാഷ്ട്രീയ സ്വഭാവം പതിറ്റാണ്ടുകളായി ഇടതുപക്ഷ ആധിപത്യമെന്ന രീതിയിലാണ് നിലകൊള്ളുന്നത്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്നിവയെ ഒരുമിച്ച് വിലയിരുത്തുമ്പോൾ ഈ ജില്ലയിൽ രാഷ്ട്രീയ ചിത്രം ഏകമുഖമല്ല എന്നതാണ് യാഥാർത്ഥ്യം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF വലിയ മേൽക്കൈ നേടിയെങ്കിലും പിന്നീട് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും അതിനുശേഷമുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പ് ട്രെൻഡുകളും UDFന് ജില്ലയിൽ ശക്തമായ അടിത്തറ നൽകുന്നുവെന്നതാണ് സൂചിപ്പിക്കുന്നത്. ജില്ലയിലാകെ 11 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. അതിൽ തളിപ്പറമ്പ നിയമസഭാ മണ്ഡലം അത് എപ്പോഴും ഇടതുപക്ഷത്തിൻ്റെ ശക്തി കേന്ദ്രമായിട്ടാണ് അറിയപ്പെടുന്നത്. 2021 CPMന്റെ ഇന്നത്തെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ അദ്ദേഹം അവിടെ വിജയിച്ചെങ്കിലും അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിൽ കോൺഗ്രസിന് മികച്ച നേട്ടമുണ്ടാക്കിയെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ LDF ഭരണം തുടരുമ്പോഴും നഗര അർദ്ധനഗര മേഖലകളിൽ UDF വോട്ട് ശതമാനം ക്രമാതീതമായി ഉയരുന്ന ഒരു ട്രെൻഡ് ഇപ്പോൾ കാണാൻ സാധിക്കും. ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ കണക്ക് നോക്കിയാൽ വെറും 7000 വോട്ടിൻ്റെ ലീഡ് മാത്രമാണ് ഇടതുമുന്നണിക്ക് തളിപ്പറമ്പിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തവണ MV ഗോവിന്ദൻ മാസ്റ്റർ ജയിച്ചത് ഏതാണ്ട് 22,000-ഓളം വോട്ടുകൾക്കാണ്. VP അബ്ദുൾ റഷീദിനെയായിരുന്നു അന്ന് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. 2026 തളിപ്പറമ്പ നിയമസഭാ മണ്ഡലം ഇടതുമുന്നണി നിലനിർത്താൻ സാധ്യതയുണ്ടെങ്കിലും ഭൂരിപക്ഷം നല്ല രീതിയിൽ കുറയുവാനാണ് സാധ്യത. നിലവിലെ കണക്ക് കൂട്ടലുകളിൽ ഏതാണ്ട് 7000 മുതൽ 12,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മണ്ഡലം LDF നിലനിർത്തുമെന്ന് തന്നെയാണ് സാധ്യതയുള്ളത്. തൊട്ടടുത്ത മണ്ഡലമായി ഇരിക്കൂർ മണ്ഡലം എന്ന് പറയുന്നത് UDFൻ്റെ ശക്തി കേന്ദ്രമാണ്. 2021 സജീവ് ജോസഫ് ചില ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും ഇരിക്കൂറിൽ 10,000-ഓളം വോട്ടുകൾക്ക് വിജയിച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ ആത്മവിശ്വാസം ഈ മണ്ഡലമാണ്. ഇവിടെ സ്ഥിരമായി വലിയ ലീഡ് നേടാറുണ്ട് UDF സ്ഥാനാർത്ഥികൾ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും UDF നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. കുടിയേറ്റ മേഖലയിലെ ക്രൈസ്തവ വോട്ടുകളും മുസ്ലിം വോട്ടുകളുടെ വലിയൊരു പങ്കും UDFന് അനുകൂലമായി ചേരുന്നൊരു ഘടകമാണ്. നിലവിലെ സാഹചര്യത്തിൽ UDFന് 8,000 മുതൽ 13,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഈ മണ്ഡലത്തിൽ നേടാൻ സാധിക്കുമെന്നതാണ് കണക്കുകൂട്ടൽ. അഴീക്കോട് നിയമസഭാ മണ്ഡലത്തിലേക്ക് വന്നാൽ LDF 2021 ജയിച്ചെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ മുസ്ലിം ലീഗും കോൺഗ്രസും ചേർന്ന് UDF വോട്ട് ശതമാനം LDFനേക്കാൾ മുന്നിലെത്തിച്ചിട്ടുണ്ട്. KM ഷാജിയുടെ പരാജയം വ്യക്തിപരമായ രാഷ്ട്രീയ ഘടകങ്ങളാൽ ഉണ്ടായതാണെന്ന വിലയിരുത്തൽ വ്യാപകമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ LDF മുൻതൂക്കം നിലനിർത്തിയെങ്കിലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ UDF ലീഡുകൾ ഈ മണ്ഡലം പൂർണ്ണമായും ഇടതുപക്ഷത്തിൻ്റെ കൈവശമല്ല എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ്. ഏതാണ്ട് 6,000-ഓളം വോട്ടുകൾക്കാണ് KM ഷാജിയെ അന്ന് KV സുമേഷ് പരാജയപ്പെടുത്തിയത്. ഇത്തവണ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് പറയുന്നത്. ഇപ്പോഴത്തെ വിലയിരുത്തലിൽ UDF ഏതാണ്ട് 1,000-നും 3,000-നും വോട്ടിൻ്റെ ചെറിയ ലീഡിൽ മണ്ഡലം തിരിച്ചു പിടിക്കും എന്നതാണ് പറയപ്പെടുന്നത്. അതിനാൽ UDF സാധ്യതയുള്ളൊരു സ്വിംഗ് സീറ്റ് എന്ന നിലയിലാണ് അഴീക്കോടിനെ നമ്മൾ കാണുന്നത്. കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിലേക്ക് വന്നാൽ കണ്ണൂർ നിയമസഭാ മണ്ഡലം നഗര രാഷ്ട്രീയത്തിൻ്റെ സങ്കീർണത പ്രകടമാക്കുന്ന ഒരു പ്രദേശമാണ്. 2021 കടന്നപ്പള്ളി രാമചന്ദ്രൻ ജയിച്ചെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF ഇവിടെ സ്ഥിരമായി മുൻതൂക്കം നേടുന്ന ഒരു മണ്ഡലം കൂടിയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ കോർപ്പറേഷനിൽ UDF നേടിയ മുന്നേറ്റം നഗര വോട്ടർമാരിൽ സർക്കാരിനെതിരായ വിമർശന മനോഭാവം നിലനിൽക്കുന്നതിൻ്റെ ഒരു സൂചനയാണ്. നിയമസഭ ലോക്സഭ വോട്ട് വ്യത്യാസം UDFന് അനുകൂലമായി മാറുന്ന ഒരു സാഹചര്യത്തിൽ UDF 2,000 മുതൽ 5,000 വോട്ടിൻ്റെ ലീഡ് കണ്ണൂരിൽ നേടാൻ സാധിക്കും. അതിനാൽ കണ്ണൂരും UDFന് മേൽക്കൈയുള്ളൊരു മണ്ഡലമായി നമുക്ക് കണക്കാക്കാൻ സാധിക്കും. അടുത്ത മണ്ഡലമായ ധർമ്മടം നിയമസഭാ മണ്ഡലം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ്. നിയമസഭയിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും LDFന് ഇവിടെ വ്യക്തമായ മേൽക്കൈയുണ്ടെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ UDF ഇവിടെ മികച്ച പോരാട്ടം നടത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും നിയമസഭയിൽ ഇടതുപക്ഷം തന്നെയാണ് ധർമ്മടം നിലനിർത്താൻ സാധ്യതയുള്ളത്. ഏതാണ്ട് 50,000-ഓളം വോട്ടുകൾക്കാണ് കഴിഞ്ഞ തവണ ഇവിടെ പിണറായി വിജയൻ മത്സരിച്ച് വിജയിച്ചിരുന്നത്. എന്നാൽ ഭൂരിപക്ഷത്തിൽ ഗണ്യമായ കുറവുണ്ടാകുവാൻ സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് പിണറായി വിരുദ്ധത ആഞ്ഞടിക്കുവാൻ സാധ്യതയുള്ളപ്പോഴും ധർമ്മടം മണ്ഡലത്തിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാൻ സാധ്യതയില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ LDF ഏതാണ്ട് 15,000-നും 20,000-നും ഇടയിലുള്ള വോട്ടിൻ്റെ വ്യക്തമായ ലീഡ് ധർമ്മടത്ത് നേടിയെടുക്കാൻ സാധിക്കും. കൂത്തുപറമ്പിലേക്ക് വന്നാൽ കൂത്തുപറമ്പ് LDF 2021 ജയിച്ചത് 9,000 വോട്ടുകൾക്കാണ്.
ഇവിടെ RJDയുടെ KP മോഹനായിരുന്നു LDFന് വേണ്ടി മത്സരിച്ചത്. ലീഗിനാണ് UDFന്റെ സീറ്റും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFയുടെ വ്യക്തമായ ലീഡ് നേടിയിട്ടുണ്ട്. വടകര പാർലമെന്റ് മണ്ഡലത്തിന് കീഴിലാണ് കൂത്തുപറമ്പ് വരുന്നത്. ഷാഫി പറമ്പിൽ അദ്ദേഹം വലിയൊരു മുന്നേറ്റം നടത്തിയൊരു മണ്ഡലമായിരുന്നു കൂത്തുപറമ്പ്. വ്യാപാരി മധ്യവർഗ വോട്ടുകൾ, വിലക്കയറ്റം, നികുതി, സാമ്പത്തിക നയങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ വോട്ടർമാർക്കിടയിൽ വലിയ ചർച്ചയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF മേൽക്കൈ തുടരുമ്പോഴും ഇപ്പോഴത്തെ കണക്കിൽ കൂത്തുപറമ്പ് നിലനിർത്തുവാൻ LDFന് നല്ല രീതിയിൽ വേർക്കേണ്ടി വരും. 2000 മുതൽ 4000 വോട്ടിൻ്റെ ചെറിയ ലീഡിൽ LDF ഒരുപക്ഷെ മണ്ഡലം നിലനിർത്തിയേക്കും. അതിനാൽ LDF സാധ്യതയുള്ള ഒരു ക്ലോസ് ഫൈറ്റ് എന്നുള്ള നിലയിലാണ് കൂത്തുപറമ്പ് നിയമസഭാ മണ്ഡലത്തിൻ്റെ ഇന്നത്തെ സാഹചര്യം. മട്ടന്നൂരിലേക്ക് വന്നാൽ KK ശൈലജയുടെ വ്യക്തിപരമായ ജനപ്രീതിയായിരുന്നു 2021 വലിയൊരു വിജയത്തിന് കാരണമായത്. അന്ന് കോവിഡ് കാലത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞ് PR വർക്കിൻ്റെ പേരിലായിരുന്നു വലിയ ഭൂരിപക്ഷത്തിൽ ഏതാണ്ട് 60,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മട്ടന്നൂരിൽ KK ശൈലജ വിജയിച്ചത്. എന്നാൽ പിന്നീടാണ് അഴിമതിയുടെ വലിയ കഥകൾ പുറത്തേക്ക് വരുന്നത്. പിന്നീട് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മട്ടന്നൂരിൽ മികച്ച പോരാട്ടം കാഴ്ചവെക്കുവാൻ UDFന് സാധിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും പൊളിയാത്ത ഇടത് കോട്ടകളിലൊന്നായി നമുക്ക് മട്ടന്നൂരിനെ കാണേണ്ടി വരും. സ്വതവേ ഘടകകക്ഷികൾക്ക് നൽകുന്ന ഈ ഒരു സീറ്റ് ഇത്തവണ ഒരുപക്ഷെ കോൺഗ്രസ് ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട്. കൈച്ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി മത്സരിച്ചാൽ നല്ലൊരു പോരാട്ടം മട്ടന്നൂരിൽ കാണാൻ സാധിക്കും. നിലവിൽ LDF ഏതാണ്ട് 6000-നും 10,000-നും വോട്ടിൻ്റെ ലീഡാണ് മട്ടന്നൂരിൽ ഇടതുമുന്നണി കിട്ടാൻ സാധ്യതയുള്ളതായി കണക്കാക്കപ്പെടുന്നത്. പേരാവൂരിലേക്ക് വന്നാൽ പേരാവൂർ മണ്ഡലത്തിൽ UDFൻ്റെ ഉറച്ച ഒരു ശക്തി കേന്ദ്രമായി മാറുകയാണ് പേരാവൂർ. KPCC അധ്യക്ഷനായ സണ്ണി ജോസഫ് മണ്ഡലം നിലനിർത്തിക്കൊണ്ടുപോവുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് ലഭിക്കുന്ന വലിയ ലീഡുകൾ, തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ UDFൻ്റെ തുടർച്ചയായ വിജയം, ഇതെല്ലാം ചേർന്ന് ഈ മണ്ഡലം UDFന് വളരെ സുരക്ഷിതമാണ്. നിലവിലെ കണക്കിൽ UDF ഏതാണ്ട് 5000-നും 8000-നും വോട്ടിൻ്റെ ലീഡ് നേടി ഈ മണ്ഡലം നിലനിർത്താൻ തന്നെയാണ് സാധ്യതയുള്ളത്. ഇനി തലശ്ശേരി നിയമസഭാ മണ്ഡലത്തിലേക്ക് വന്നാൽ LDFൻ്റെ സംഘടനാപരമായ ആധിപത്യം ഇപ്പോഴും അവിടെ ശക്തമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ UDF വോട്ട് ശതമാനം ഉയർന്നെങ്കിലും അത് നിയമസഭയിൽ പൂർണ്ണമായും ഉയർത്താൻ സാധിച്ചിട്ടില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണിക്ക് മുൻതൂക്കമുണ്ട്. AN ഷംസീറിന് കഴിഞ്ഞ തവണ നൽകിയ ലീഡ് 36,000 വോട്ടിൻ്റെ ലീഡാണ്. എന്നാൽ ഷാഫി പറമ്പിൽ ലോക്സഭയിൽ ഈ ലീഡ് 9,000-ആയി കുറച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ കണക്കിൽ LDF ഏതാണ്ട് 15,000-നും 20,000-നും ഇടയിലുള്ള വോട്ടിൻ്റെ ലീഡ് തലശ്ശേരിയിൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്നതാണ് കണക്ക് കൂട്ടുന്നത്. അപ്പോൾ ഇടതുമുന്നണി നിലനിർത്തുന്ന മറ്റൊരു മണ്ഡലം അത് തലശ്ശേരി ആയിരിക്കും. ഇനി പയ്യന്നൂർ നിയമസഭാ മണ്ഡലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ചരിത്രപരമായി ഇടതുപക്ഷത്തിൻ്റെ ശക്തി കേന്ദ്രമാണ് പയ്യന്നൂർ. നിയമസഭയിലും തദ്ദേശ ഭരണത്തിലും LDF ആധിപത്യം നിലനിർത്തുന്നുണ്ട്. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിന് കീഴിൽ വരുന്ന പയ്യന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായിരുന്ന രാജ്മോഹൻ ഉണ്ണിത്താന് മികച്ച നേട്ടമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഏതാണ്ട് 49,000 വോട്ടിൻ്റെ വലിയ ഭൂരിപക്ഷമായിരുന്നു പയ്യന്നൂരിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിരുന്ന മധുസൂദൻ ഉണ്ടായിരുന്നത്. എന്നാൽ അത് ലോക്സഭയിലേക്ക് വന്നപ്പോൾ ഏതാണ്ട് 13,000-ആയി ചുരുങ്ങി. മാത്രമല്ല, ഇപ്പോൾ ഉയർന്നു വന്ന രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് മണ്ഡലത്തിൽ വലിയ ചർച്ചയാകുമെന്നതും തർക്കമില്ല. എന്നിരുന്നാലും മണ്ഡലം ഇടതുമുന്നണി നിലനിർത്തിയേക്കും. ഇപ്പോഴത്തെ നിലയിൽ ഏതാണ്ട് 15,000 മുതൽ 20,000 വോട്ടിൻ്റെ ലീഡായിരിക്കും പയ്യന്നൂരിൽ LDF ഉറപ്പാക്കുന്നത്. അതോടൊപ്പം കല്യാശ്ശേരി മണ്ഡലം അതും CPMൻ്റെ ഒരു പരമ്പരാഗതമായ കോട്ടയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ആധിപത്യം പുലർത്തുവാൻ ഇടതുമുന്നണിക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പോരാട്ടം കാഴ്ചവെക്കുവാൻ UDFന് സാധിച്ചിട്ടുമുണ്ട്. കല്യാശ്ശേരിയും കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിന് കീഴിൽ വരുന്നതാണ്. കല്യാശ്ശേരിയിൽ ഇടതുമുന്നണി വിജയിച്ചത് ഏതാണ്ട് 44,000-ഓളം വോട്ടുകൾക്കായിരുന്നു. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് വെറും 2,000 വോട്ടുകളിലേക്ക് ചുരുക്കുവാൻ UDFന് സാധിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഇടതുമുന്നണിക്ക് തന്നെയാവും കല്യാശ്ശേരിയിൽ സാധ്യത കൂടുതലുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ ഏതാണ്ട് 13,000 മുതൽ 18,000 വരെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മണ്ഡലം ഇടതുമുന്നണി നിലനിർത്തിയേക്കും. ആകെ വിലയിരുത്തുമ്പോൾ കണ്ണൂർ ജില്ലയിലെ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ UDFന് 4 മുതൽ 5 സീറ്റുകൾ വരെ നേടുവാനുള്ള സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെ വോട്ട് പാറ്റേൺ അത് നിയമസഭയിലേക്ക് എത്തിക്കുവാൻ UDFന് സാധിച്ചാൽ ജില്ലയുടെ രാഷ്ട്രീയ ചിത്രം മുമ്പത്തെ പോലെ ഏകപക്ഷീയമാകില്ല എന്നതിൻ്റെ വ്യക്തമായ സൂചനകളാണ്
ഇപ്പോൾ കാണുന്നത്.